ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഒരു അട്ടിപ്പൊളി കിടിലൻ കിടുക്കാച്ചി ഗെയിമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഒരു പെൻസിലുണ്ട്. ആ ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്ത് നിൽക്കുന്നവർ, അതായത് ഇവിടെ അനീഷ് ആണെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരാൾ നിന്നിട്ട് കൈകൾ വെച്ചിട്ട് ആ ഒരു പെൻസിലിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് റൗണ്ട് ചെയ്ത് നിൽക്കുക. എന്നിട്ട് ആ ഒരു പെൻസിലിനെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് നിക്ഷേപിക്കുക. അതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിന്ന് ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദിലയുടെ കയ്യിൽ നിന്നും ഈ ഒരു പെൻസിൽ പിടിച്ചിരുന്നതിൻ്റെ ബാലൻസ് തെറ്റി താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആദിലയെ ഉറ്റൊരു അടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് അത് പോയല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് നമ്മുടെ ആദില ഷാനവാസിനെ നോക്കിയ ഒരു നോട്ടം ഉണ്ടല്ലോ, ശരിക്കും അത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്പോട്ടിൽ അവർ തമ്മിൽ അടിയാവും എന്നൊക്കെ വിചാരിച്ചതാണ്. പ്രൊമോയിലും അതെടുത്ത് കാണിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദില അത് പക്വതയോടുകൂടി നേരിട്ടു. നേരെ മറിച്ച് അത് ചെയ്തത് അനീഷ് ആയിരുന്നെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ അനീഷിന് റെഡ് കാർഡ് കൊടുത്ത് ഇന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ. അതാണ് ഇവരുടെ ഗ്രൂപ്പിസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് ചെയ്തത് ഷാനവാസ് ആയതുകൊണ്ട് ആദിലയ്ക്ക് അതിൽ പരാതിയില്ല, ഷാനവാസിനും വേറെ പ്രശ്നമൊന്നുമില്ല. അനീഷിൻ്റെയൊക്കെ ടീമുകൾക്കാണെങ്കിൽ ഒരുപാട് തവണ പെൻസിൽ കാര്യങ്ങളൊക്കെ താഴേക്ക് പോയി, പക്ഷേ കുഴപ്പമില്ല, അവരത് ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലൊരു അടിയോ പ്രശ്നമോ ഒന്നുമില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ അടിച്ച ആ ഒരു അടി ഉണ്ടല്ലോ, അതിലേക്ക് നന്നായിട്ട് നൊന്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരത്തെ ഇങ്ങനെ ചിറഞ്ഞു വെച്ച് ഒരു നോട്ടം നോക്കിയത്. എന്തായാലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ തന്നെ ആ ഒരു ടാസ്ക് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അനീഷാണ് ആരുടെയെങ്കിലും ദേഹത്ത് തൊട്ടത് എന്ന് വെച്ചോ, ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരു ടാസ്കിൻ്റെ സമയത്ത് നമ്മുടെ അനീഷിൻ്റെ കൈമുട്ട് ഓർമ്മിക്കാതെ ആദിലയുടെ ബ്രസ്റ്റ് ഭാഗത്തേക്ക് തട്ടി എന്നതിൻ്റെ പേരിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ നടുവാരി നോക്കി ഒരു ഇടി വെച്ച് കൊടുത്ത വ്യക്തിയാണ് ആദില എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആദില ഷാനവാസ് മനഃപൂർവ്വം ഒരു അടി വെച്ച് കൊടുത്തിട്ട് പോലും അതിനെ വളരെ കൂളായിട്ട് കണ്ടു. പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്ന പുള്ളിക്കാരത്തി ഒന്ന് നോക്കി എന്നല്ലാതെ അതിനെ വലിയൊരു വിഷയമാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ നിന്നിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.